ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന 9th ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം. ആദ്യം തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം എന്താണ് ആറ്റം? ആറ്റം ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ. ഏതൊരു വസ്തുവിൻ്റെയും ബേസിക് യൂണിറ്റാണ് ആറ്റം. അതായത് എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ആറ്റംസ് വെച്ചിട്ടാണ്. അത് വലുതാവട്ടെ ചെറുതാവട്ടെ, ജീവനുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇങ്ങനെ ഏത് സ്റ്റേറ്റിലുള്ളതാവട്ടെ, ഏത് കളറിലുള്ളതാവട്ടെ, ഏത് ഷേപ്പിലുള്ളതാവട്ടെ, എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് വെച്ചിട്ടാണ്. ഈ ആറ്റത്തിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അത് അത്രയും വളരെ മൈന്യൂട്ടാണ്. അത് നമുക്ക് കാണാൻ സാധിക്കില്ല. ക്വാണ്ടം മൈക്രോസ്കോപ്പ് പോലുള്ള മൈക്രോസ്കോപ്പുകളൊക്കെ വെച്ചിട്ട് നമുക്കത് കാണാൻ പോലും സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് വെച്ചിട്ടാണെന്ന്. പക്ഷേ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ടൈപ്പ് ആറ്റംസ് വെച്ചിട്ടാണോ? അല്ല. ഓരോ വസ്തുക്കളും പല എലമെൻസിൻ്റെ ആറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ ഗ്യാസ്, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്സിജൻ എലമെൻറ്റിൻ്റെ ആറ്റംസ് വെച്ചിട്ടാണ്. ഇനി കോപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ എലമെൻറ്റിൻ്റെ ആറ്റംസ് വെച്ചിട്ടാണ്. ഇനി വാട്ടറോ, നമ്മൾ കുടിക്കുന്ന ജലം ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഡ്രജൻ അതുപോലെ ഓക്സിജൻ എന്ന് പറയുന്ന രണ്ട് എലമെൻസിൻ്റെ ആറ്റംസ് വെച്ചിട്ടാണ്. അപ്പം എന്താണ് ആറ്റം എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് മോളിക്യൂൾ എന്ന് നോക്കാം. മോളിക്യൂൾ ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more സെയിം ഓർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റം. ഒന്നിലധികം ആറ്റംസ്, അത് സെയിം കൈൻഡ് ആവട്ടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആവട്ടെ, ഒന്നിലധികം ആറ്റംസ് കൂടിച്ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ഹൈഡ്രോജൻ ആറ്റം എടുത്തു, വേറൊരു ഹൈഡ്രോജൻ ആറ്റം എടുത്തു, രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു H2 മോളിക്യൂൾ കിട്ടി. ഇങ്ങനെ കുറേ H2 മോളിക്യൂൾസ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാവുക. ഇനി ഞാൻ ഒരു ഓക്സിജൻ ആറ്റം എടുത്തു, വേറൊരു ഓക്സിജൻ ആറ്റം എടുത്തു. ഇനി ഇത് രണ്ടും കൂടി ഞാൻ കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടി? ഒരു O2 മോളിക്യൂൾ കിട്ടി. ഇങ്ങനെ കുറേ O2 മോളിക്യൂൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ ഗ്യാസ് കിട്ടുന്നത്. ഇനി ഞാൻ 3 ഓക്സിജൻ ആറ്റംസ് എടുത്തു, കമ്പൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? O3 മോളിക്യൂൾ കിട്ടി. ഇങ്ങനെ കുറേ O3 മോളിക്യൂൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഓസോൺ ലെയർ ഉണ്ടാകുന്നത്. ഇനി ഞാൻ ഒരു ഹൈഡ്രോജൻ ആറ്റവും വേറൊരു ഹൈഡ്രോജൻ ആറ്റവും പിന്നെ ഒരു ഓക്സിജൻ ആറ്റവും കൂടി കമ്പൈൻ ചെയ്തു. എനിക്ക് എന്ത് കിട്ടി? H2O മോളിക്യൂൾ കിട്ടി. ഇങ്ങനെ കുറേ H2O മോളിക്യൂൾ കൂടി ചേരുമ്പോഴാണ് നമ്മൾ കുടിക്കുന്ന വാട്ടർ നമുക്ക് ഫോം ആവുന്നത്. അപ്പം നമുക്ക് ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ ഡാൾട്ടൺ. ഇദ്ദേഹം വലിയൊരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറിയുടെ പേരാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ച്, ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ സംസാരിച്ച ആൾ. പക്ഷെ നിങ്ങളുടെ ഈ പുതിയ ടെക്സ്റ്റിൽ ഈ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും അതിലൊരു മെയിൻ പോയിൻ്റാണ്, അദ്ദേഹം പറഞ്ഞൊരു മെയിൻ പോയിൻ്റാണ് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. അതായത് ആറ്റത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ആറ്റം ആണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം, അതായത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കാര്യം ആറ്റമാണ്. പക്ഷെ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ആറ്റമാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഡാൾട്ടൻ്റെ ശേഷം വന്നിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ തെളിയിച്ചിരിക്കുന്നു. എന്താണ്? ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇങ്ങനെയുള്ള 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ 3
പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുക. ഈ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഡാൾട്ടന് ശേഷമുള്ള സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കണ്ടെത്തലുകളും അതുപോലെ തന്നെ അവയുടെ പ്രോപ്പർട്ടീസും അതുപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഇവരെങ്ങനെയൊക്കെയാണ് ഇവരുടെ പൊസിഷൻസ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതിൽ ആദ്യം തന്നെ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടുപിടുത്തം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ 1875 വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റ്, അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ഇതുപോലെ ഒരു ഗ്ലാസ് ട്യൂബ്, അതിൻ്റെ ഉള്ളിൽ 2 ഭാഗത്തും ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പ് പോലത്തെ ഒരു സംഭവത്തിനാണ് നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുക. ഈ ഇലക്ട്രോഡുകൾ ഒരു ഹൈ വോൾട്ടേജുള്ള സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ബാറ്ററിക്ക് 2 ടെർമിനൽസ് ആണ് ഉണ്ടാവുക, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. ഈ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ കാഥോഡ് എന്നും പറയും. ഇവിടെ കൊടുത്തിരിക്കുന്ന ആനോഡിന് ചെറിയ ചെറിയ പോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പോഴ്സ് ഉള്ള ആനോഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ട്യൂബ് നിറച്ചും എയർ ആണ്. എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ഒരു സബ്സ്റ്റൻസ് ആണ് എയർ. അതുകൊണ്ട് എയറിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് എയറിൻ്റെ പ്രഷർ അവിടെ കുറയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എയർ പ്രഷർ കുറയ്ക്കുന്നത്. ഇനി നമ്മുടെ ആനോഡിൻ്റെ ബാക്കിലുള്ള ട്യൂബിൻ്റെ ആ വാളിൽ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ZnS കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മൾ ഈ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഇലക്ട്രിസിറ്റി ഒഴുകാൻ തുടങ്ങും. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോവുക. അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് നമ്മുടെ കാഥോഡിൽ എത്തും. ആ ടൈമിൽ നമ്മുടെ ZnS കോട്ട് ചെയ്ത ആ ഒരു വാളില്ലേ, അവിടെ ഒരു പച്ച തിളക്കം ഉണ്ടാവുന്നത് നമുക്ക് കാണാം, ഗ്രീൻ ഗ്ലോ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രിസിറ്റി എത്തും. ആ ടൈമിൽ അവിടെ കാഥോഡിൽ നിന്ന് കാഥോഡ് റേസ് ഫോമായിട്ട് അത് നമ്മുടെ ആനോഡിലേക്ക് എത്തും. ഈ ആനോഡിന് ചെറിയ ചെറിയ പോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ നമ്മുടെ കാഥോഡ് റേസ് സിങ്ക് സൾഫൈഡിലേക്ക് എത്തും. ഈ ഒരു കാരണം കൊണ്ടാണ് ZnSൽ കോട്ട് ചെയ്ത ആ വാളിന് ഒരു പച്ച തിളക്കം വരാൻ കാരണം. അപ്പോൾ കാഥോഡ് റേസ് ZnSൽ പതിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രീൻ ഗ്ലോ കിട്ടുന്നത്. ഞാനിതാ ഈ സൈഡിൽ കുറച്ച് എക്സ്പ്ലനേഷൻ പോലെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് അഥവാ എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ വരച്ചിട്ട്, ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് ഞാൻ ഈ എഴുതിയിട്ടുള്ള ആ ഒരു പോയിൻറ്റ്സ് എഴുതുക. എയർ ഈസ് എൻ ഇൻസുലേറ്റർ. So the air pressure inside the tube is lowered gradually in order to pass electricity. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ഒരു ഇൻസുലേറ്റർ ആണ്. സോ അവിടുത്തെ പ്രഷർ, ആ ട്യൂബിലുള്ള പ്രഷർ നമ്മൾ ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ കുറയ്ക്കും. അത് കുറച്ചിട്ട് എന്തിനു വേണ്ടിയാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. The glass wall behind the anode with a small pores is coated with സിങ്ക് സൾഫൈഡ്. അതായത്
ആനോഡിൻ്റെ പുറകിലുള്ള ഭാഗത്തായിട്ടുള്ള ഗ്ലാസ് വാളിൽ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ദ കോട്ടിംഗ് വിൽ ഗെറ്റ് എ ഗ്രീൻ ഗ്ലോ. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോട്ടിങ്ങിന് ഒരു ഗ്രീൻ ഗ്ലോ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ദിസ് ഈസ് ഡ്യൂ ടു ദ റേസ് എമിറ്റഡ് ഫ്രം കാഥോഡ്, ദാറ്റ് ഈസ് കാഥോഡ് റേസ്. ഇതിന് കാരണം കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുള്ള റേസ് കൊണ്ടാണ്. ആ റേസിൻ്റെ പേരാണ്, രശ്മികളുടെ പേരാണ് കാഥോഡ് റേ. ഇനി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്, അതായത് ഈ കാഥോഡ് റേസിൻ്റെ കുറച്ച് സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പാക് ഒബ്ജക്ട്സ് പ്ലേസിംഗ് ഇൻ ഇറ്റ്സ് പാത്ത്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതായത് നമ്മുടെ ഈ കാഥോഡ് റേസിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒപ്പാക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് അല്ലാത്ത ഒബ്ജക്ട്സ്, അങ്ങനത്തെ ഒബ്ജക്റ്റ് നമ്മൾ വെച്ച് കൊടുത്താൽ അത് ഈ കാഥോഡ് റേസ് അവിടെ ഷാഡോ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കാഥോഡ് റേസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനിന് പോകുന്ന ഒരു രശ്മിക്ക് ഷാഡോ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറയാറ്. ഇപ്പം ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതുകൊണ്ടാണ് ലൈറ്റിന് ഷാഡോ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കാഥോഡ് റേസ് ഷാഡോ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ്. If a small paddle wheel is placed in the path of cathode rays, it rotates. This means the particle in the cathode rays have mass. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരു സ്മോൾ പെഡിൽ വീൽ, ഒരു കറങ്ങുന്ന നമ്മളൊരു ഫാന് പോലത്തെ ഒക്കെ ഒരു വീലിനെയാണ് പെഡിൽ വീൽ എന്ന് പറയുന്നത്. ആ ഒരു വീൽ അത് വളരെ കനം കുറഞ്ഞത് ആവണം, ഭയങ്കര സ്മോൾ ആയിരിക്കണം. അത് കാഥോഡ് റേസിൻ്റെ ആ ഒരു പാത്തിൽ വെച്ച് കൊടുത്താൽ അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, അവിടെ ഈ കാഥോഡ് റേസിലുള്ള പാർട്ടിക്കിൾസിന് മാസ് ഉണ്ട്. അതായത് ഒരു വെയിറ്റ് ഉള്ള ഒരു എന്തെങ്കിലും തട്ടിയാലല്ലേ അത് കറങ്ങുള്ളൂ, അല്ലാണ്ട് ഒരു വെയിറ്റും ഇല്ലാത്ത ഒരു സാധനം തട്ടിയാൽ അത് കറങ്ങാൻ സാധ്യതയില്ലല്ലോ. അപ്പം അവിടെ എന്താണ് കണ്ടുപിടിച്ചത്, കാഥോഡ് റേസിലുള്ള പാർട്ടിക്കിൾസിന് ഒരു മാസ് ഉണ്ട്, അതായത് ഒരു വെയിറ്റ് ഉണ്ട്. വെൻ എ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റേസ്, they are found to be attracted towards the positive side. This means cathode rays have negative charge. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഈ റേസിൻ്റെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്താൽ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ കാഥോഡ് റേസ് പോസിറ്റീവ് സൈഡുമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ് അട്രാക്റ്റ് ചെയ്യുക, സെയിം ചാർജുകൾ അട്രാക്റ്റ് ചെയ്യില്ല, ഓപ്പോസിറ്റ് ചാർജുകളാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പം നമുക്കിവിടെ എന്താ മനസ്സിലാക്കുന്നത്, പോസിറ്റീവ് സൈഡിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജ്ഡ് ആണ്. അപ്പോൾ ദിസ് മീൻസ് കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. കാഥോഡ് റേക്ക് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. The path of cathode rays get deflected in magnetic field also. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിൽ അതിന് ഒരു വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിലും ഒരു കാന്തം നമ്മൾ എടുത്തു വെച്ചാലും ഇതിൻ്റെ ആ ഒരു പാത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ബ്ലൂ ഇങ്കിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ്. ഇപ്പം നിങ്ങളോട് പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, ദ പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്, അതുപോലെ കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്, ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ എഴുതിയാൽ മതി. അല്ല അതിൻ്റെ എക്സ്പ്ലനേഷനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്
ഇതേപോലെ പറയേണ്ടി വരും. ഇപ്പം എന്തുകൊണ്ടാണ് ഈ കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സെൻറ്റൻസ് ഫുൾ എഴുതണം. അതേപോലെ ഈ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനും ഈ സെൻറ്റൻസ് ഫുൾ എഴുതിയാൽ മതി. ഇനി നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിലുള്ള ഗ്യാസ് അതുപോലെ നമ്മൾ ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽസൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി. പക്ഷേ ഇതൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴും ഈ കാഥോഡ് റേസിനോ അതിൻ്റെ പ്രോപ്പർട്ടിക്കോ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കാം? ഈ കാഥോഡ് റേസ് എല്ലാ മെറ്റീരിയൽസിലും പ്രസൻ്റ് ആണ്. അതുകൊണ്ടല്ലേ അതിനൊക്കെ കാഥോഡ് റേസ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിലും ഈ കാഥോഡ് റേസിലെ പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഈ കാഥോഡ് റേസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ പാർട്ടിക്കിൾസ് ഓഫ് കാഥോഡ് റേസ് ഹാവ് മാസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇലക്ട്രോണിന് മാസ് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണെന്നും പറഞ്ഞു. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിനും നെഗറ്റീവ് ചാർജ് ആണ്. അതുപോലെ കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഇലക്ട്രോൺസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മുടെ ഇലക്ട്രോൺസിനുമുള്ള പ്രോപ്പർട്ടീസ് തന്നെയാണ്. നമ്മുടെ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് നടത്തിയത് വില്യം ക്രൂക്സ് ആണെങ്കിലും കാഥോഡ് റേസിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി അതേപോലെ അതിലെ പാർട്ടിക്കിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് അതിന് ഇലക്ട്രോൺ എന്ന പേരൊക്കെ നൽകിയത് നമ്മുടെ ജെ തോംസൺ ആണ്. അദ്ദേഹമാണ് ഈ നമ്മുടെ ഇലക്ട്രോണിൻ്റെ ചാർജ് അതുപോലെ മാസ് റേഷ്യോ EM റേഷ്യോ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അപ്പം ഫാദർ ഓഫ് ഇലക്ട്രോൺ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത് ജെ തോംസൺ ആണെന്ന് പറയാൻ സാധിക്കും.